ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് ആർ എസ് ശർമ്മയുടെ, നമ്മൾ ഡി ഡി കോസാംബി പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് ആർ എസ് ശർമ്മയുടെ ലാൻഡ് ഗ്രാൻഡാന്നുള്ള പോയിന്റ് പറഞ്ഞു, അത് കഴിഞ്ഞ് BNS യാദവിൻ്റെ കലി ഏജ് ആൻഡ് സോഷ്യൽ ട്രാൻസിഷൻ എന്നുള്ള പോയിന്റ്. നാലാമത്തത് കലി ക്രൈസിസ്, കലി പ്രതിസന്ധി. കലി പ്രതിസന്ധി എന്ന് പറയുന്നത് ആർ എസ് ശർമ്മ പറഞ്ഞത് ഇത് ഇന്ത്യൻ ഫ്യൂഡലൈസേഷൻ്റെ, ഇന്ത്യൻ ഫ്യൂഡൽ വൽക്കരണത്തിൻ്റെ ഒരു പ്രലൂഡായിട്ടാണ്, ഒരു ആമുഖമായിട്ടാണ്, അതിൻ്റെ തുടക്കമായിട്ടാണ് ഇതിനെ കണക്കാക്കുക. ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ കലി പ്രതിസന്ധി ഉണ്ടായതെന്നാണ് ആർ എസ് ശർമ്മ പറയുന്നത്. അപ്പോൾ അതിനധികം നിരവധി ഉപാദാനങ്ങൾ, സോഴ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനൊരു കലി പ്രതിസന്ധി ഇന്ത്യൻ ഏർലി മീഡിയവൽ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് പറയുന്നത്. അപ്പം ഇദ്ദേഹം ആദ്യം കലി പ്രതിസന്ധി എന്നുള്ള ഒരു കൺസെപ്റ്റ് ചർച്ച ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ശൂദ്രാസിൻ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിലാണ്. 1958 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ശൂദ്രാസിൻ ഏൻഷ്യൻ്റ് ഇന്ത്യ. ഈ പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു ആശയം ചർച്ച ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം 1982 പുതിയൊരു ആർട്ടിക്കിൾ, ലേഖനമൊക്കെ എഴുതിയതിൽ കൂടുതലുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും ഞാൻ നേരത്തെ BNS യാദവ് പറഞ്ഞ അത് തന്നെയാണ്. അതായത് മൂന്നാം നൂറ്റാണ്ടിലും 4ാം നൂറ്റാണ്ടിലും ഉള്ള കൃതികളിലൊക്കെ ഇങ്ങനെയുള്ളൊരു മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 4ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന കൃതികളിലൊക്കെ ഇങ്ങനെ ഒരു കലി പ്രതിസന്ധിയുടെ പ്രതിഫലനം കാണാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ആ കാലഘട്ടത്തിലെ കൃതികളിലൊക്കെ ഇങ്ങനെ ഒരു കലി ഏജിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. കലി ഏജ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിലുള്ള സാമൂഹ്യ ക്രമത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ. ഇപ്പോൾ നമ്മുടെ ചാതുർവർണ്ണ സിസ്റ്റമാണ് നിലവിലുള്ള അവസ്ഥ. അപ്പോൾ ചാതുർവർണ്ണയത്തിൽ നിന്ന്, അതായത് ചാതുർവർണ്ണ വ്യവസ്ഥിതിയിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ എന്നുള്ള ഒരു വ്യവസ്ഥിതിയാണ്. അപ്പോൾ അതിൽ ബ്രാഹ്മണനെ നിന്ദിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാലത്ത് ബ്രാഹ്മണനെ നിന്ദിക്കാൻ തുടങ്ങി. അപ്പം നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നുള്ള ഒരു പിന്നോട്ട് പോവൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. അപ്പോൾ അതിനെ സൂചിപ്പിക്കാനായി, അതാണ് ഫ്യൂഡലിസത്തിൻ്റെ ആരംഭം എന്നാണ് ആർ എസ് ശർമ്മ ചുരുക്കത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്കത് എഴുതി പോകാം. അപ്പം ആർ എസ് ശർമ്മ, അക്കോർഡിംഗ് ടു ആർ എസ് ശർമ്മയുടെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ആർ എസ് ശർമ്മ, കലി ക്രൈസിസ് വാസ് എ prelude to the Kali crisis was a prelude, PRELUDE, was a prelude to the Kali crisis was a prelude to the feudalization of Indian society. Was a prelude to the feudalization of Indian society. Kali crisis was a prelude to the feudalization of Indian society. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഫ്യൂഡൽ വൽക്കരണത്തിൻ്റെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഫ്യൂഡൽ വൽക്കരണത്തിൻ്റെ ഒരു ആമുഖമാണ് കലി പ്രതിസന്ധി. ഒരു ആമുഖമായിരുന്നു കലി പ്രതിസന്ധി എന്നാണ് ആർ എസ് ശർമ്മ അഭിപ്രായപ്പെടുന്നത്. He first suggested the Kali crisis. In his work. Shudras in Ancient India. Kali crisis, Shudras in Ancient India. In 1958. തൻ്റെ 1958 പ്രസിദ്ധീകരിച്ച ശൂദ്രാസ് ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ആദ്യമായി കലി പ്രതിസന്ധിയെക്കുറിച്ച് പരാമർശിച്ചത്. Then he elaborated it. അത് വിപുലീകരിച്ചു. He elaborated it in an article elaborated it in an article in 1982
1982, which was 1982, which was further refined in 2001, which was further refined in 2001, പിന്നീട് 1982 ഒരു ലേഖനത്തിൽ അദ്ദേഹം അത് വിപുലീകരിക്കുകയും ഈ ആശയം കുറച്ചും കൂടെ വിപുലീകരിച്ചു. അദ്ദേഹം അത് വിപുലീകരിക്കുകയും 2001 അത് പരിഷ്കരിക്കുകയും ചെയ്തു, റിഫൈൻ ചെയ്തു. 2001 അത് പരിഷ്കരിക്കുകയും ചെയ്തു. ഇനി അടുത്ത പോയിന്റ് എഴുതി. കലി ഏജ് ഈസ് എ, എന്താണ് കലി ഏജ് എന്ന്? കലി ഏജ് ഈസ് എ സോഷ്യൽ ക്രൈസിസ്. കലി ഏജ് ഈസ് എ സോഷ്യൽ ക്രൈസിസ്. reflected in various epics and Puranas, epics, epics and Puranas, in the 3rd and 4th century CE. ഇങ്ങനെ എഴുത്. പൊതുവർഷം 3-4 നൂറ്റാണ്ടുകളിലെ വിവിധ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കലിയുഗം എന്ന് കലി പ്രതിസന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ പ്രതിസന്ധിയുടെ വിവരണങ്ങൾ കാണാം. അടുത്ത പോയിന്റ്, കലി മീൻസ് കലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, കലിയുഗം എന്ന കലി പ്രതിസന്ധി എന്നതുകൊണ്ട് കലി മീൻസ് നെഗ്ലക്റ്റ് ഓഫ് റിച്വൽസ്. കലി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് നെഗ്ലക്റ്റ് ഓഫ് റിച്വൽസ്, ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിറ്റിക്കൽ, HERETICAL നേരത്തെ എഴുതിയത്, ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിറ്റിക്കൽ സെക്സ്, SECTS, ഹെറിറ്റിക്കൽ സെക്സ്, and domination of foreign and non-Brahmanical rulers. കലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആചാരങ്ങളുടെ നിഷേധം, നെഗ്ലക്റ്റ് ഓഫ് റിച്വൽസ്, ആചാരങ്ങളുടെ നിഷേധം, ദൈവനിഷേധ വിഭാഗങ്ങളുടെ സ്വാധീനം, ഹെറിറ്റിക്കൽ സെക്സ്, ദൈവനിഷേധികൾ എന്നാണ്, ദൈവനിഷേധ വിഭാഗങ്ങളുടെ സ്വാധീനം,
വൈദേശികവും ബ്രാഹ്മണേതരവുമായ വൈദേശികവും ബ്രാഹ്മണേതരവുമായ ഭരണകർത്താക്കളുടെ ആധിപത്യം എന്നിവയാണ്. അടുത്ത പോയിന്റ് എഴുത്. The important features of Kali crisis were നമ്പർ ഇട്ട് എഴുതിയത്. 1, ഹോസ്റ്റിലിറ്റി ബിറ്റ്വീൻ ശൂദ്രാസ് ആൻഡ് ബ്രാഹ്മൺസ്. കലി പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. 1, ഹോസ്റ്റിലിറ്റി ബിറ്റ്വീൻ HOSTILITY ശത്രുത. ഹോസ്റ്റിലിറ്റി ബിറ്റ്വീൻ ശൂദ്രാസ് ആൻഡ് ബ്രാഹ്മൺസ്. സാധാരണ സാമൂഹ്യ ക്രമത്തിൽ ശൂദ്രന്മാരും ബ്രാഹ്മണന്മാരും തമ്മിൽ ശത്രുത ഉണ്ടാവില്ല. കാരണം ശൂദ്രർ ബ്രാഹ്മണരെ അംഗീകരിച്ച് അവരെ ആദരിക്കും. പക്ഷെ ഇവിടെ ശൂദ്രർ അവരെ ചോദ്യം ചെയ്യുന്നു. നിലവിലുള്ള സാമൂഹ്യ ക്രമത്തിൽ നിന്ന് ഡീവിയേഷൻ വരുന്നു. ഹോസ്റ്റിലിറ്റി ബിറ്റ്വീൻ ശൂദ്രാസ് ആൻഡ് ബ്രാഹ്മൺസ്. ശൂദ്രന്മാരും ബ്രാഹ്മണരും തമ്മിലുള്ള ശത്രുത ഒന്നാമത്തെ ഫീച്ചർ. ശൂദ്രന്മാരും ബ്രാഹ്മണന്മാരും തമ്മിലുള്ള ശത്രുത. രണ്ടാമത്തത് റഫ്യൂസൽ ഓഫ് വൈശ്യന്മാരുണ്ടല്ലോ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ, VAISYAS വൈശ്യാസ്. റഫ്യൂസൽ ഓഫ് വൈശ്യാസ് ടു പേ ദ ടാക്സസ്. ഇതൊന്നും പണ്ടുണ്ടാവില്ല, കലികാലത്തിൽ ഇതൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. റഫ്യൂസൽ ഓഫ് വൈശ്യാസ് ടു പേ ദ ടാക്സസ്. വൈശ്യന്മാർ വൈശ്യന്മാരുടെ നികുതി അടക്കാനുള്ള വിമുഖത. അവരത് നികുതി അടക്കാൻ മടി കാണിക്കുന്നു. വൈശ്യന്മാരുടെ നികുതി അടക്കാനുള്ള അവരത് നിരാകരിക്കുന്നു. വിമുഖത. പിന്നെ അടുത്തത് സപ്രഷൻ ഓഫ് പീപ്പിൾ വിത്ത് ഹൈ ടാക്സസ്. വലിയ നികുതി ചുമത്തി ജനങ്ങളെ അടിച്ചമർത്തുന്നു. സപ്രഷൻ ഓഫ് പീപ്പിൾ വിത്ത് ഹൈ ടാക്സസ്. വലിയ നികുതി ചുമത്തി ജനങ്ങളെ അടിച്ചമർത്തുന്നു. അടുത്തത് വൈഡ് സ്പ്രെഡ് തെഫ്റ്റ് ആൻഡ് റോബറി. വ്യാപകമായ മോഷണവും കവർച്ചയും. വ്യാപകമായ കവർച്ചയും മോഷണവും എല്ലാം കൂടി ആകെ പ്രശ്നമാണ്. കവർച്ചയും മോഷണവും. അടുത്തത് ഇൻസെക്യൂരിറ്റി ഓഫ് ഫാമിലി ആൻഡ് പ്രോപ്പർട്ടി. കുടുംബത്തിൻ്റെയും സ്വത്തിൻ്റെയും അരക്ഷിതാവസ്ഥ. ആകെ ഇൻസെക്യൂറാണ്. കുടുംബത്തിൻ്റെയും സ്വത്തിൻ്റെയും അരക്ഷിതാവസ്ഥ. അടുത്തത് ഡിസ്ട്രക്ഷൻ ഓഫ് ലൈവ്ലിഹുഡ്. തൊഴിലൊന്നുമില്ല, ഉപജീവനമാർഗം ഇല്ലാതാവുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് ലൈവ്ലിഹുഡ്. ഉപജീവനമാർഗത്തിൻ്റെ നാശം, അധപ്പതനം. ഉപജീവനമാർഗത്തിൻ്റെ നാശം. ഇനി ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ്, അടുത്ത പോയിന്റ്, ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് വെൽത്ത് ഓവർ റിച്വൽ സ്റ്റാറ്റസ്. ആചാര പദവിയേക്കാൾ
സമ്പത്തിൻ്റെ വളർന്നു വരുന്ന പ്രാധാന്യം, സമ്പത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുവാണ്. ആചാര പദവിയേക്കാൾ സമ്പത്തിൻ്റെ വളർന്നു വരുന്ന പ്രാധാന്യം, സമ്പത്തിൻ്റെ വളർന്നു വരുന്ന പ്രാധാന്യം. പിന്നൊന്ന് ഡോമിനേഷൻ ഓഫ് മ്ലേച്ഛ പ്രിൻസസ്, മ്ലേച്ഛന്മാരായ രാജാക്കന്മാർ, അതായത് നോൺ ബ്രാഹ്മിൺസ് ആയിട്ടുള്ള രാജാക്കന്മാർ ഉയർന്നു വരുന്നു. ഡോമിനേഷൻ ഓഫ് മ്ലേച്ഛ, MLECCH, മ്ലേച്ഛ പ്രിൻസസ്, PRINCES. ഡോമിനേഷൻ ഓഫ് മ്ലേച്ഛ പ്രിൻസസ്, മ്ലേച്ഛന്മാരായ രാജാക്കന്മാരുടെ ആധിപത്യം. മ്ലേച്ഛന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് നോൺ ബ്രാഹ്മിൺസ് ആണ്. മ്ലേച്ഛന്മാരായ രാജാക്കന്മാരുടെ ആധിപത്യം, മ്ലേച്ഛന്മാരായ രാജാക്കന്മാരുടെ ആധിപത്യം. പിന്നൊന്ന്, അതായത് ഡീവിയേഷൻ ഓഫ് ദി ഡീവിയേഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ. ഡീവിയേഷൻ ഫ്രം ദി എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ. ഇതാണ് പ്രധാന പോയിന്റ്. ഡീവിയേഷൻ ഫ്രം ദി എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ, നിലവിലുള്ള സാമൂഹ്യ ക്രമത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ. അതായത് ബ്രാഹ്മണരെ ആദരിക്കണം എന്ന് പറയുന്നതിൽ നിന്ന് ആളുകൾ മാറുവാണ്. ഡീവിയേഷൻ ഫ്രം ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ, നിലവിലുള്ള സാമൂഹ്യ ക്രമത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ. നിലവിലുള്ള സാമൂഹ്യ ക്രമത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു വലിയൊരു ഇതിനെയാണ് എന്താണ് കലി ക്രൈസിസ് എന്ന്, ഈ ഒരു ഏജിൻ്റെ സവിശേഷതകളാണ് ഇത് പറയുന്നത്. അപ്പം ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് വരുവാണ്. ഈ ഒരു സമയത്ത് സ്റ്റേറ്റ് ഭരണകൂടം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരിട്ട് ഇവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ എടുക്കുന്നതൊക്കെ നികുതി പിരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫ്യൂഡലിസം വന്നതെന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത പാരഗ്രാഫ് എഴുതിക്കോ. The state gave up the practice of collecting taxes, directly through its agents and distributing among priests, പുരോഹിതന്മാർ, PRIESTS, priests, military and other officials ഇതോടുകൂടി നേരിട്ട് നികുതി പിരിക്കുന്ന സമ്പ്രദായം ഭരണകൂടം ഉപേക്ഷിക്കുകയും ആ ചുമതല പുരോഹിതന്മാർ, അങ്ങനെയാണ് അവർ ലാൻഡ് ലോഡ്സ് ആയിട്ട് മാറുന്നത്. പുരോഹിതന്മാർ, സൈനിക മേധാവികൾ, മറ്റുദ്യോഗസ്ഥന്മാർ എന്നിവർക്ക് നൽകി. The king began to assign, കൂടാതെ രാജാവ് ചെയ്തത്, king began to assign land revenues
അത് സോറി അത് വേണ്ട, അത് നമ്മൾ എഴുതി അവർക്ക് ലാൻഡ് ഭൂനികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തു. ഇത് എഴുതിയാൽ മതി. ദിസ് ന്യൂ സിറ്റുവേഷൻ enabled the king to grant land to the leading members of the community. പുതിയ സാഹചര്യം സമുദായത്തിലെ പ്രമുഖ അംഗങ്ങൾക്ക് ലീഡിംഗ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി, സമുദായത്തിലെ പ്രമുഖ അംഗങ്ങൾക്ക് ഭൂമി നൽകാൻ, അങ്ങനെയാണ് ഫ്യൂഡലിസം ഉണ്ടായെന്നാണ് പറയുന്നത്. പ്രമുഖ അംഗങ്ങൾക്ക് ഭൂമി നൽകാൻ രാജാവിനെ പ്രാപ്തനാക്കി. ഇത് ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഈ കലി ക്രൈസിസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് R.S. ശർമ്മയാണ് അദ്ദേഹത്തിൻ്റെ ശൂദ്രാസ് ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ. ഓക്കെ, പിന്നീട് അതിൻ്റെ ലേഖനങ്ങൾ എഴുതി എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഇതെന്ന് വെച്ചാൽ കലി ക്രൈസിസ് എന്ന് സൂചിപ്പിക്കുന്നത് വെച്ചാൽ ഈ ഫ്യൂഡലിസത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ നിലവിലുള്ള വ്യവസ്ഥിതിയിൽ നിന്നുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ടായി. രാജാവിനെ ബഹുമാനിക്കുന്നില്ല, ബ്രാഹ്മണന്മാർ ചാതുർവർണ്ണ വ്യവസ്ഥയെ ബഹുമാനിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് നമ്മളതിൻ്റെ ഫീച്ചേഴ്സ് എഴുതി. അപ്പോൾ ആ സമയത്ത് രാജാവ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ, സൈനികര മേധാവികളെയൊക്കെ പുരോഹിതന്മാരെയൊക്കെ നിയമിക്കാൻ തുടങ്ങി. പിന്നീട് രാജാവ് ഈ ഒരു ആകെ ക്രൈസിസാണല്ലോ, പ്രതിസന്ധിയാണല്ലോ, ആ അവസ്ഥയിൽ ഭൂമി ചിലവർക്ക് ഈ ലാൻഡ് ഗ്രാൻസ് ചില ശക്തരായ ആളുകൾക്ക് നൽകാൻ തുടങ്ങി. ക്രമേണ അവർ ശക്തരാവുകയും അത് ഫ്യൂഡലിസത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് R.S. ശർമ്മ കലി ക്രൈസിസിൽ പറയുന്നത്. ഓക്കെ, എൻ്റെ അവിടെ ഒരു പോയിന്റും കൂടി എഴുതി, ഫ്യൂഡലിസം ഉടലെടുക്കാൻ ഇടയാക്കി. ഇറ്റ് ലെഡ് ടു, ആ ഒരു പോയിന്റും കൂടി എഴുതി നിർത്താം. ഇറ്റ് ലെഡ് ടു ഫ്യൂഡലിസം ഇൻ ഇന്ത്യ. ഇനി അടുത്ത ആർഗ്യുമെൻറ്റ്, അഞ്ചാമത്തെ ആർഗ്യുമെൻറ്റ് പറയുന്നത് ലാൻഡ് ലോഡിസം ആൻഡ് ടെനൻസി. അത് D.C. സിർക്കാർ എന്ന് പറഞ്ഞ ഹിസ്റ്റോറിയൻ കൊണ്ടുവന്നൊരു തിയറിയാണ്. ലാൻഡ് ലോഡിസം ആൻഡ്, എഴുതിക്കോ, അഞ്ചാമത്തെ തിയറിയാണ് ഫ്യൂഡലിസത്തിനെ കുറിച്ചുള്ള ലാൻഡ് ലോഡിസം ആൻഡ് ടെനൻസി. ആ ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെച്ചാൽ D.C. ഇനീഷ്യലാണ് സിർക്കാർ, SIRCAR, D.C. സിർക്കാർ. ലാൻഡ് ലോഡിസം ആൻഡ് ടെനൻസി ഭൂവുടമസ്ഥതയും കുടിയായ്മയും. ഇതാണ് D.C. സിർക്കാർ കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് ഫ്യൂഡലിസത്തിനെ കുറിച്ചുള്ള. ഇദ്ദേഹമാണ് ഈ ലാൻഡ് ലോഡിസം എന്നുള്ള, അതായത് ഏർലി മീഡിയവൽ ഇന്ത്യൻ സൊസൈറ്റിനെ സൂചിപ്പിക്കാൻ ഇദ്ദേഹം ഫ്യൂഡലിസം എന്നുള്ള വാക്കിന് പകരമായിട്ട് ഇദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കാണ് ലാൻഡ് ലോഡിസം എന്നുള്ള വാക്കാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇത് അടുത്തതിലിടാം.